നിൽപ്പിലല്ലേ സ്വഭാവം മാറുന്നത്? ഞൊടിയിടയിൽ മൂഡ് മാറുന്നവരെ നിങ്ങളും കണ്ടിട്ടുണ്ടാകാം. ചിലതൊക്കെ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിരിക്കാം. എന്നിരുന്നാൽ പോലും നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് കണ്ടുവരുന്നതൊക്കെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് ഹോർമോണൽ ഇംബാലൻസ് ആയിരിക്കാം, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആയിരിക്കാം. ഇതൊക്കെ തന്നെ സ്ത്രീകളിൽ ഒരുപാട് മൂഡ് സ്വിങ്സ് കൊണ്ടുവരുന്നുണ്ട്. PMS സൈക്കിൾ, അതായത് പ്രീ മെൻസ്ട്രുവൽ സൈക്കിൾ ഒക്കെ ഇങ്ങനെ വരാറുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ 5 ആരോഗ്യ രീതികൾ ഉൾപ്പെടുത്താമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞൊടിയിടയിൽ മൂട് മാറുന്ന സ്വഭാവത്തെ നമുക്കൊന്ന് നിയന്ത്രിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമല്ല, നമ്മൾ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആരോഗ്യകരമായ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, സ്ത്രീകൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉറക്കം ആവശ്യമാണ്. 7 മുതൽ 9 മണിക്കൂർ വരെ കൃത്യസമയത്ത് കിടന്ന് ഉറങ്ങാനും എഴുന്നേൽക്കാനും ശ്രമിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. 2, വൈറ്റമിൻ ഡിയുടെ കുറവോ മറ്റോ ആണ് എന്നുണ്ടെങ്കിൽ സപ്ലിമെന്റ് എടുക്കാനോ അത്യാവശ്യം സൂര്യപ്രകാശം കൊള്ളാനോ ഒക്കെ നമ്മൾ ശ്രമിക്കുക. അതിനു വേണ്ട മാർഗങ്ങൾ കണ്ടെത്തുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് യോഗ, മെഡിറ്റേഷൻ തുടങ്ങി എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുക, സുംബ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. പഴവും പച്ചക്കറിയും ഫൈബർ കണ്ടന്റും ഒക്കെയുള്ള സമീകൃത ആഹാരം നമ്മുടെ ശീലമാക്കി മാറ്റുക. മൂഡ് ജേർണലിംഗ് ഒക്കെ ചെയ്യുക. അതൊക്കെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മുടെ മൂഡ് ഒന്ന് അപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. നമുക്കും കൂടെയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാക്കും മൂഡ് സ്വിങ്സ് വന്നു കഴിഞ്ഞാൽ. അതെന്തിനാ, നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് അഡ്രസ്സ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. ചിലതൊക്കെ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗവുമായിരിക്കും. അതുകൊണ്ട് നിത്യേന ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സിനെ നമ്മൾ വെറുതെ അങ്ങ് കളയേണ്ട കാര്യമില്ല. നമുക്കതിനെ ഒന്ന് മാറ്റി കുറച്ചൊക്കെ സമാധാനമായിട്ട് അങ്ങ് ജീവിക്കാന്നേ. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് പ്ലാൻ സ്പേ ടു ഇൻസ്പയർ.